ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ദേവികുളം വരെ പോകുന്ന കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച ഒരാൾ പറഞ്ഞു ഒരു ക്രഷറിന് പെയിൻ്റ് അടിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പോയി ഞങ്ങൾ നോക്കി. ലാക്കാട് കഴിഞ്ഞിട്ട് മറ്റേ ടോൾ ഗേറ്റിൻ്റെ അടുത്താട്ടോ ഈ സ്ഥലം. അപ്പോൾ അവിടം വരെ ഞങ്ങൾ പോയി. അതെല്ലാം നോക്കി, ക്രഷറൊക്കെ നോക്കി തപ്പി കുറേ നടന്നു. പക്ഷെ ക്രഷറൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ പൂപ്പാറയിൽ നിന്നാട്ടോ ബസ് കയറിയത്. പൂപ്പാറയിൽ നിന്ന് ബസ് കയറി അൽഫോൺസ ബസ്സാട്ടോ, കുമ്പളി മൂന്നാർ ബസ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവറും കണ്ടക്ടറും മലയാളി സഹകരിച്ച് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ പെട്ടിപ്പുറത്ത് ഇരിക്കാൻ സ്ഥലമൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ പിടിച്ചു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു വീഡിയോ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. വീഡിയോ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞു. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അൽഫോൺസ ബസ്സാട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആനയിറങ്ങൽ കഴിഞ്ഞ് കയറ്റം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതങ്ങനെ എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാട്ടോ ഞാനങ്ങനെ ഒന്ന് പറയാതിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പെരിയ കനാൽ കഴിഞ്ഞ് നമ്മുടെ സൂര്യനെല്ലിക്ക് പോകുന്ന വഴിയുടെ അവിടെ എത്തി. അപ്പോൾ അങ്ങനെ പവർ ഹൗസ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് അങ്ങനെ കണ്ടക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾ ആളുമായിട്ടൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, ആളും കുറവായിരുന്നു വണ്ടിയിൽ. അന്നെന്തോ ഒരു അവധി ദിവസവും കൂടെ ആയിരുന്നു. അപ്പം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കയറിപ്പോയി. അങ്ങനെ കേപ്പ് റോഡ് സെൻറ്ററിലെത്തി. ഇവിടെയാണ് കേട്ടോ ഒരു ഗുഹയൊക്കെ ഉള്ളത്. ഈ കാണുന്നത് കഴിഞ്ഞു പോയി. അങ്ങനെ ഇവിടെ നിന്നാണ് പാറയൊക്കെ ഊർന്ന് താഴത്തേക്ക് പോയത്, അപകടമൊക്കെ ഉണ്ടായ സ്ഥലമായത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളങ്ങനെ പോയി. ലാക്കാട് കഴിഞ്ഞിട്ടാട്ടോ മറ്റേ ടോൾ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ നടന്നു പോയത്. ദേവികുളം വരെ നടന്നു. പിന്നെ അപ്പം അങ്ങനെ ലാക്കാട് എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ.
ടോൾ ഗേറ്റിൻ്റെ ടോൾ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങാനാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇവിടെ എത്താറായി. ഇതാണ് ലാക്കാട് സ്റ്റോപ്പ്. അവിടുന്ന് 2-3 പേര് കയറാനുണ്ട്. അവരെയൊക്കെ കയറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് കേട്ടോ, ഈ ടോൾ ഗേറ്റിൻ്റെ. ഇതാണ്, ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് ടോൾ ഗേറ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അവർക്ക് കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളാട്ടോ അത്. അവിടെ തൊട്ടടുത്ത് അവിടെ ഒരു ക്രഷർ, മറ്റേ ഇതൊക്കെ പ്ലാന്റൊക്കെ ഇരുന്ന സ്ഥലമാണിത്. അവിടെ നിന്നൊക്കെ ക്രഷർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊടുത്തു. ഇവിടെ കാരണം അവർ പ്ലാന്റ് വെച്ചിരുന്നത്. ഇത് അവിടുത്തെ ഗ്യാസ് ഗോഡൗണിൻ്റെ, HP-യുടെ ഗ്യാസ് ഗോഡൗണിൻ്റെ അടുത്തുള്ള സ്ഥലമായത്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവിടെ കയറിയത്. ഇതാണ് ഗ്യാസ് ഗോഡൗൺ. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തതാട്ടോ ഇത്, ഈ വീഡിയോ വിളിച്ച് പറഞ്ഞ ആൾക്ക്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം മൊത്തം നടന്ന് നോക്കിയിട്ടും ക്രഷറൊന്നും കാണുന്നില്ല. അപ്പോൾ ദേവികുളത്തിന് അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ആ ദേവികുളം വരെ നടന്നു. അവിടെ ഞങ്ങൾ എല്ലാം കറങ്ങി നടന്ന് അവർക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇവിടെ അല്ല, സാധനം ഇരിക്കുന്നത് വേറെ സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ അവിടെ വന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം റെഡിയാക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിനാട്ടോ കയറി വന്നത്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു.